ഹായ് ഗൈസ്, ബിഗ് ബോസ് വീട്ടിലെ ഇപ്പം ഒരു ലൈവിൽ ഞാൻ കണ്ടതാണേ. ആദിലയ്ക്ക് അനുമോൾ ചോറ് വാരി കൊടുക്കുന്നു. ഈ അനുമോൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പം സ്നേഹമുള്ളവർക്ക് ചോറ് വാരി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മെനിഞ്ഞന്ന് ഒരു ടാസ്കിനിടയ്ക്ക് ഈ ആദിലയും നൂറയും ഈ അനുമോളെ പെടാപാടുപെടുത്തി. അതായത് അനുമോൾ ക്യാപ്റ്റനാകാതിരിക്കാൻ വേണ്ടി അനുമോളെ എന്തോരം വാക്കുകൾ കൊണ്ട് ഈ പിള്ളേർ തളർത്തി കളഞ്ഞു. ഈ അനുമോളാണെങ്കിൽ ഉള്ളിലൊരു കളങ്കമില്ല, പറയുമ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അതിലെന്താ കുഞ്ഞ് ഉള്ള വാവയാണോ? അനുമോളെ പോലെ ഗെയിം കളിക്കാനല്ലേ അവൾ അവിടെ നിൽക്കുന്നത്. പിന്നെ ചോറ് വാരി കൊടുക്കണം, സ്നേഹത്തിൻ്റെ പേരിൽ അത് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ഈ ക്രൂരരായ ഈ പെൺകുട്ടികൾക്ക് വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ദേഷ്യം വന്നു. അനുമോളെ ഒരു തരത്തിലും ആ ടാസ്കിൽ വിജയിക്കാൻ സമ്മതിക്കാതെ തളർത്തുകയായിരുന്നു ഈ പെൺപിള്ളേർ. പിന്നെന്താണ്, ഒരു ഭാവിയിൽ എൻ്റെ വൈഫ് എന്നൊക്കെ പറയുന്ന ഒരു ഭർത്താവ് കളിച്ച് നടക്കുന്ന സ്ത്രീക്ക് പിന്നെന്താ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പറ്റൂലേ? എപ്പോഴും നോമിനേഷൻ അടുത്ത് വരുമ്പോൾ അനീഷിനോട് അനുമോളോട് എല്ലാവരും സ്നേഹം കാണിച്ചു വരും. ഈ സൂത്രം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമിനേഷൻ വരുമ്പം ഇവർക്ക് വോട്ട് ചെയ്യാതിരിക്കാനും ആളുകൾക്കറിയാം. ഇവരെ ആൾക്കാർ വെറുത്തുപോയി. കുറേ പേര് പറയും, നിങ്ങളങ്ങനെ പറയല്, സ്നേഹം നമുക്ക് ഇവരോട് സ്നേഹക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവരുടെ ഓരോ പ്രവൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും. ആ ചോറ് വാരി കൊടുക്കുന്നതിലല്ല, അനുമോളുടെ ഒരു മനസ്സ്, അനുമോൾക്ക് ആ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും. നൂറ പറയുന്നുണ്ടായിരുന്നു, നീ എന്തൊക്കെ ചെയ്താലും നീ ജയിക്കാൻ പോണില്ല മോളെ എന്ന് പറയുന്നുണ്ട്. അത്രയൊക്കെ ആയിട്ടും ആ സ്നേഹം നോക്കിക്കോണേ, ഒരു നിമിഷം കൊണ്ട് വാരി കൊടുക്കുന്നു, വർത്താനം പറയുന്നു, നീ അങ്ങനെ പറഞ്ഞോടി ഇങ്ങനെ പറഞ്ഞോടി ഇതൊക്കെ ചോദിക്കുന്നു. നല്ല സൂത്രം നന്നായിട്ട് അറിയാം. എന്തായാലും സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ദേഷ്യം വന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അനുമോൾ എന്തിനാ വാരി കൊടുക്കാൻ പോയേ? അനുമോളോട് അത്രയ്ക്ക് സ്നേഹമാണ് ഇവർക്കുള്ളത്. അനീഷിനോട് ഭയങ്കര സ്നേഹം. പെങ്ങളുട്ടി കാർ ഇറക്കാൻ വേണ്ടിയിട്ട് രാവിലെ അനീഷിൻ്റെ ഒപ്പം വന്ന് കൂടിയിരിക്കുക രണ്ടെണ്ണം. നോമിനേഷൻ എടുക്കുമ്പോൾ അപ്പം ഇങ്ങനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലേ? ആ പാവത്തങ്ങൾ എന്തോരം പാടാ നിങ്ങളവിടെ ഇട്ട് പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ട് എങ്ങനെയാണെന്ന് ലാലേട്ടൻ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായി പോയാലേ ആ നിൽക്കുന്ന പിള്ളേർക്കെങ്കിലും ഒരു സമാധാനം കിട്ടുള്ളൂ.